ഈ കോർപ്പറേറ്റ് ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ എന്തായ രീതിയാണ്? ഒടുങ്ങാത്ത കമ്മീഷൻ മാത്രമാണ്. പിണറായി പഞ്ചായത്തിനകത്ത് എത്ര ആളുകൾ സ്റ്റാർട്ടപ്പിന് തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിക്ക്? ഉണ്ടോ? ധൈര്യമുണ്ടോ ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിക്ക്? തന്റെ നിയോജക മണ്ഡലത്തിൽ എത്ര സ്റ്റാർട്ടപ്പ് തുടങ്ങി എത്ര ആൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയാനുള്ള നട്ടലും ധൈര്യവും ഇയാൾ കാണിക്കുമോ? ഇദ്ദേഹം ദൈവത്തിന്റെ തീരുമാനമാണ് കൊടുത്തത്. അതാണ് പ്രാഥമികമായ ദൈവത്തിന്റെ തീരുമാനമാണോ? ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത്. ഷാജിയേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും ഈ ചർച്ചയിൽ നിൽക്കുന്ന പാലക്കാട് ബ്രൂവറി, ഇത് മദ്യ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് അവസാനം വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, പ്രസ്തുത അതായത് എവിടെയാണോ ഒരു പഞ്ചായത്തിന്, അപ്പോൾ ആ പഞ്ചായത്തിന് ഇതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, പഞ്ചായത്തിന് ആ സ്ഥലം അനുവദിക്കുന്നതിലൊന്നും യാതൊരു പങ്കുമില്ല. പാലക്കാട് ഈ പ്രസ്തുത ഫാക്ടറി വരുന്ന സ്ഥലത്തെ പഞ്ചായത്തിന് ഇതിന്റെ അനുവാദം നൽകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പഞ്ചായത്തിനെയും ഓവർകം ചെയ്തുകൊണ്ട് ഉള്ള ഒരു നീക്കം വന്നിരിക്കുന്നു. കൂടാതെ MP രാജേഷ് പത്രക്കാരെയും കൊണ്ട് അവിടെ മഴവെള്ള സംഭരണി എങ്ങനെയാണ് മഴ പെയ്താൽ വെള്ളം സംഭരിക്കുന്ന രീതിയൊക്കെ കാണിച്ചു കൊടുത്തു. അതായത് ഈ വരാൻ പോകുന്ന കമ്പനിയുടെ ഒരു PRO പോലെയാണ് MP രാജേഷ് ഈ പത്രപ്രവർത്തകരോട് പെരുമാറിയത്. അപ്പൊ ഇത്രയും ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ചേട്ടനിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് ഈ നന്ദിഗ്രാമിൽ, നന്ദിഗ്രാമിൽ ഇത്തരത്തിൽ, അതായത് 1977 അവിടെ CPM ഭരണം വരുന്നത്. 77 മുതൽ 2011 വരെ 34 വർഷം CPM ഭരിച്ചു. അപ്പോ ഇതില് ജ്യോതിബാസുവിന്റെ ഭരണത്തിന് ശേഷം ബുദ്ധദേവ് വരുന്നു. ബുദ്ധദേവ് വന്ന ശേഷമാണ് ഇത്തരത്തിൽ ബംഗാളിൽ തൊഴിലില്ലായ്മ, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നന്ദിഗ്രാമിൽ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാകുന്നു. പിന്നെ ഇത്തരത്തിലൊരു തീരുമാനം വന്ന് അവിടെ ഉള്ള വെടിവെപ്പും പ്രശ്നങ്ങളും ഒക്കെ കണ്ടതാണ്. ബംഗാളിൽ അങ്ങനെയാണ് മമത എന്നൊരു നേതാവ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ചരിത്രമാണ്. അപ്പൊ ഞാൻ ഇത്രയും ചുരുക്കി ചോദിക്കുന്നുള്ളൂ ചേട്ടാ, മറ്റൊരു നന്ദിഗ്രാം ആക്കാനും CPM എന്ന പാർട്ടിയുടെ അടിവര ഇടാനും, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ഇതോടുകൂടി കേരളത്തിൽ ഇല്ലാതാകാൻ പോകുന്നതിന്റെയും ഒരു അത്തരത്തിലൊരു നീക്കത്തിലേക്കാണോ ഈ പാലക്കാട് നടക്കാൻ പോകുന്ന ഈ മദ്യനിർമ്മാണശാല, അതായത് ഒയാസിസ് അല്ലെ, ഒയാസിസ് എന്ന കമ്പനിയെ കൊണ്ടുവന്ന് അപ്പോ ഒരു വൻ കച്ചവടം, ഇവർ പല കച്ചവടങ്ങളും ചെയ്യാൻ നോക്കി. K-Rail, K-Phone, ഇനി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോ ചേട്ടാ, ഇതൊന്ന് ചുരുക്കി പറയാം, മറ്റൊരു നന്ദിഗ്രാമായി മാറാൻ നമുക്കിനി കാണാൻ പറ്റാത്തതൊക്കെ കാണേണ്ടി വരുമോ ഈ കേരളത്തിന് എന്ന് ഒന്ന് പറയാമോ ചേട്ടാ? അല്ല, ആത്യന്തികമായി പാലക്കാട് ബ്രൂവറി സംഭവത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു നന്ദിഗ്രാം സിംഗിലു സംഭവത്തിന്റെ ഒരു തനിയാവർത്തനമാണ്. തനിയാവർത്തനം എന്നല്ല, കാരണം ഒരു പാഠം നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ മറ്റൊരു സ്ഥലത്ത് അത് ഉണ്ടായിത്തീരുമ്പോൾ അത് അതിനേക്കാൾ വഷളായ രീതിയിലാണ് ആ സാധനം പിന്നീട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഇവിടെ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടുന്ന ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസായിരുന്നല്ലോ MN ഗോവിന്ദൻ നായർ സ്മാരക മന്ദിരം. ആ പുതുക്കി പണിതിരിക്കുന്ന MN സ്മാരക മന്ദിരത്തിലാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെന്നിട്ട് അതിനകത്ത് ഈ വിഷയം കൂടെ ചർച്ച ചെയ്യുന്നു. ടോളിന്റെ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു. ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് എടുത്ത തീരുമാനം? എന്താണ് ഒറ്റ തീരുമാനം എടുത്തത്? പാലക്കാട് ബ്രൂവറിയുടെ വിഷയത്തിനകത്ത് തീരുമാനം എടുത്തുപോയി, ഇനി അത് മാറ്റില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്താലും എടുത്ത തീരുമാനത്തിന് പിന്നോട്ടില്ല. ഈ പ്രഖ്യാപനം നടത്തുന്ന ആരാണ്? ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹം ദൈവത്തിന്റെ തീരുമാനമാണ് കൊടുത്തത്. അതാണ് പ്രാഥമികമായ ദൈവത്തിന്റെ തീരുമാനമാണോ? ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ആണോ? അല്ലല്ലോ. അപ്പൊ അത്തരം ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോൾ അതിന് പരോക്ഷമായി ആര് പച്ചക്കൊടിയും കാട്ടേണ്ടി വന്നു? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് MN ഗോവിന്ദൻ നായർ മുതൽ വെളിയൻ ഭാർഗവൻ വരെ അത്യുജ്വലരായ നേതാക്കന്മാർ കസേലയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ആര് വരുന്നത്? ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യാണ്? അതിനയാൾ പച്ചക്കൊടി കാണിക്കുന്ന ഒരു അവസ്ഥ വന്നു. ഈ പച്ചക്കൊടി കാണിച്ചതിലൂടെ സംഭവിച്ചത് ബംഗാളിൽ CPM എങ്ങനെയാണോ തകർന്നത്, CPI എങ്ങനെയാണോ തകർന്നത്, ആ തകർത്തക്കൊണ്ടായിരിക്കുന്ന ഒരവസ്ഥ പാലക്കാട് ബ്രൂവറിയിലൂടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പച്ചക്കൊടി കാണിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ഈ പച്ചക്കൊടി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു പച്ചക്കൊടിയായിട്ട് തന്നെ അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഈ പാലക്കാട് ബ്രൂവറിയെ കുറിച്ചിട്ട് വളരെ ഗൗരവതരമായിരിക്കുന്ന പഠനം ഇപ്പം ആര് നടത്തിയിട്ടെന്ന് അറിയാം? VT പത്മനാഭൻ. VT പത്മനാഭൻ എൻ്റെ അടുത്ത സുഹൃത്തൊന്നുമല്ല, പക്ഷെ ഞാനുമായിട്ടുള്ള ഒരു ചില പരിചയമുണ്ട് എനിക്ക്.
വി.ടി. പത്മനാഭൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ സയന്റിസ്റ്റ് നേരത്തെ തന്നെ അദ്ദേഹം ചാലിയാർപ്പുഴ, ചാലക്കുടിപ്പുഴ, ഇങ്ങനെ വരാവുന്ന പെരിയാർ, ഇത്തരത്തിലുള്ള സംഭവത്തെക്കുറിച്ച് വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തി ദുരന്തത്തിന്റെ നൂറ്റാണ്ട് എത്ര ഡിവൈഎഫ്ഐക്കാരൻ കണ്ടിട്ടുണ്ട്, എത്ര പാർട്ടിക്കാരൻ അവസാനം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ സംശയമാണ്. ഞാൻ ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ ദുരന്തത്തിന്റെ നൂറ്റാണ്ട് എന്ന് പറയുന്ന വി.ടിയുടെ അദ്ദേഹത്തിന്റെ വളരെ ഗൗരവതരമായിരിക്കുന്ന ഈ പഠനം ഞാൻ വായിക്കുന്നത്. അന്ന് വായിച്ചിരിക്കുന്ന ഓർമ്മയാണ് എനിക്കിത്. എങ്ങനെയാണ് ഒരു പുഴ ഒരു മലിനമാക്കുകയും ആ മലിനം എങ്ങനെയാണ് നമ്മുടെ ഒരു പൊതുസമൂഹത്തെ അതിമാരകമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ട് വളരെ ഗൗരവതരമായിരിക്കുന്ന പഠനം. ആ പഠനം നടത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട വി.ടി. പത്മനാഭൻ തന്നെ ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് ബ്രൂവറിയെ കുറിച്ച് വളരെ ഗൗരവതരമായിരിക്കുന്ന പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് ബ്രൂവറി 600 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിന് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് എങ്കിൽ സ്വാഭാവികമായും ഇത് സംഭവിക്കാൻ പോകുന്നത് അവിടെയുള്ള മണ്ണിനെ അത് പൂർണ്ണമായും എന്ത് ചെയ്യും, അത് മലിനമാക്കും. അതോടൊപ്പം തന്നെ ജലം എന്ന് പറയുന്ന സംഭവം എന്താണ്, അത് പൂർണ്ണമായും മലിനമാക്കും. അങ്ങനെ മണ്ണും ജലവും പൂർണ്ണമായി നഷ്ടപ്പെടുത്തി ആ പ്രദേശത്തെ ആ പ്രദേശത്തെ സമ്പൂർണ്ണമായി ഊഷരമാക്കുന്ന ഒരു വളരെ ബോധപൂർവമായിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായാണ് ഈ കമ്പനി അവിടെ വരുന്നത്. അത് മാത്രവുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ 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 ഡിസ്റ്റിലറികളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ഡിസ്റ്റിലറിയും കൂടിയാണ് ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. 25 ഏക്കറിനകത്താണ് കൊടുക്കുന്നത്. നിങ്ങൾ ഇവിടെ ഈ കാണേണ്ട വിഷയം എന്താ പറഞ്ഞാൽ നന്ദിഗ്രാമിനകത്ത് 1000 ഏക്കർ ഭൂമിയാണ് ടാറ്റക്ക് കൊണ്ടിരുന്ന നാനോവിന് അവിടെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അത് ആരുടേതാണ്? കർഷകരുടെ ഭൂമിയാണ്. ഇവിടെ എടുക്കുന്ന കയറിയാച്ചാൽ ഒരു വ്യക്തിക്ക് എടുക്കാൻ അങ്ങനെ അവകാശമില്ല. ഇവിടെ എടുക്കുന്ന 25 ഏക്കർ ഭൂമിയാണ് ഇവിടെ എടുക്കുന്നത്. അതായത് ഇത് തമ്മിലുള്ള ഒരുപാട് സിമിലാരിറ്റികൾക്കകത്തുണ്ടായിരിക്കും സിമിലാരിറ്റി ആനിപ്പോൾ 25 ഏക്കർ ഭൂമിയാണ് ഇവിടെ എടുക്കുന്നത്. ഇത് എടുക്കുന്ന സമയത്തും കൂടി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം 1977 മുതൽ ഈ 34 വർഷക്കാലം ബംഗാൾ ഭരിച്ചിരിക്കുന്ന ഇടതുമുന്നണി എന്ന് പറയുമ്പോൾ ഇടതുമുന്നണി തന്നെ പറയാം, CPM-ന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ്. ആ മുന്നണി ഗവൺമെന്റിനെ കുറിച്ച് ഏറ്റവും വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാണ്? ഇതൊക്കെ ടാറ്റയാണ് കൊടുത്തത്. ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ ഏറ്റവും ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ബംഗാളിലെ CPM ഗവൺമെന്റ് ആണ് എന്ന ബഹുമതിയാണ് ഇവർ ടാറ്റ അവിടെ ചാർജ് ഈ ചാർജ് കൊടുത്തതിന്റെ ബലത്തിലും കൂടിയാണ് ഇത് വരുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്നതാണ് മൂന്നാമത്തെ വിഷയം. ഈ പാലക്കാട് ബ്രൂവറി വന്നിരിക്കുന്ന വിഷയത്തെയാണ് ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. ഇത് ഇവർക്ക് തമ്മിൽ കോർപ്പറേറ്റ് ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ്. ഈ കോർപ്പറേറ്റ് ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ എന്തായ രീതിയാണ്? ഒടുങ്ങാത്ത കമ്മീഷൻ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. നന്ദിഗ്രാമും സിംഗരൂരും ഇവിടെ ബംഗാളിൽ ആഞ്ഞു വീശിയപ്പോൾ 14 പേർ കൊല്ലപ്പെടുകയും 100 പേർ കാണാതാക്കപ്പെടുകയും ചെയ്തു. അതിഭീകരമായിരിക്കുന്ന പോലീസിന്റെ ലാത്ത ചാർജും കൊടിയ മർദ്ദനങ്ങളും ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന വളരെ ഭയാനകമായ ചിത്രം അവിടെ ഉണ്ടാകുമ്പോൾ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാക്കി തീർത്ത സലീം ഗ്രൂപ്പിനെ പോലും നിങ്ങൾ കൊണ്ടുവരാൻ അവിടെ പ്രേരിപ്പിച്ചിരിക്കുന്ന സ്പിരിറ്റ് എന്താണ്? ഈ സ്പിരിറ്റിനെ മറച്ചു പിടിക്കാനാണ് നിങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്ന വിഷയം. അവിടെ പറഞ്ഞത് അവിടെ വ്യവസായം വരണം, തൊഴിലില്ലാത്ത ആൾക്ക് തൊഴിൽ കൊടുക്കണം. ബംഗാളിൽ പറഞ്ഞിരിക്കുന്ന ന്യായമാണ്. ഇവിടെയും പറയുന്ന ന്യായം എന്താണ്? ഇവിടെ വ്യവസായം വികസിക്കേണ്ടതുണ്ട്. ഈ വ്യവസായം വികസിക്കാൻ തൊഴിലില്ലായ്മ പരിഹരിക്കേണ്ടതുണ്ട്. തിരിച്ച് വളരെ ലളിതമായ ഒരു സംശയം, ഒരു സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ നാളെയാണല്ലോ എറണാകുളത്ത് നടക്കുന്ന ഇവരുടെ ഒരു നിക്ഷേപ സംഗമ തെറ്റിപ്പ് പരിപാടി ഉണ്ടല്ലോ. ഈ പരിപാടി വരുന്നതിന് മുമ്പ് കേരളത്തിനകത്ത് ഇപ്പൊ റീസെന്റ് ആയി വളരെ PR വർക്കിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടപ്പുകളുടെ എന്താ പറയാ എണ്ണത്തിലുണ്ടായിരിക്കുന്ന വർധനവും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുണ്ടായിരിക്കുന്ന ശ്രമങ്ങളുമാണ്. ഒരു ചെറിയ സിമ്പിളായ ഒരു കാര്യം ഞാൻ അയ്യപ്പദാസോട് ഞാൻ പറയാണ്. ഈ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമാണല്ലോ ധർമ്മടം നിയോജക മണ്ഡലം. ഇയാൾ ഇപ്പോഴും ജീവിക്കുന്ന പഞ്ചായത്താണല്ലോ പിണറായി പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ 2 തവണയായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടും പിണറായി പഞ്ചായത്തിനകത്ത് എത്ര ആളുകൾ സ്റ്റാർട്ടപ്പിന് തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഇക്കാലത്തിലെ മുഖ്യമന്ത്രിക്ക്? ധൈര്യമുണ്ടോ ഇക്കാലത്തിലെ മുഖ്യമന്ത്രിക്ക്? ഇനി അതല്ല എങ്കിൽ തന്റെ നിയോജക മണ്ഡലത്തിൽ എത്ര സ്റ്റാർട്ടപ്പ് എത്ര ആൾക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറയാനുള്ള നട്ടലും ധൈര്യവും ഇയാൾ കാണിക്കുമോ? അപ്പൊ ഇത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ കളവ് പ്രചരിപ്പിക്കുകയാണ്. നിരന്തരമായി കളവ് പ്രചരിപ്പിക്കുകയും ആ കളവിലൂടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയാണ് സ്ഥാപിക്കുകയും ചെയ്യുക. അതിനായി കുറെ ആൾക്കാരെ ഇതിനായി ചട്ടം കെട്ടി നിർത്തുകയും ചെയ്യുക. ഇതിങ്ങനെ നിർത്തുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എവിടത്തേക്കാണ് എത്തുക? അത് ആളുകളുടെ മുമ്പിൽ ഒരു വലിയ തോതിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിലേക്ക് എത്തിക്കും. ഈ സംഘർഷത്തെ നമ്മൾ ഇപ്പൊ കൂട്ടി വായിക്കേണ്ടത് എവിടെയാണെന്നറിയോ? അവിടെയാണ് ഈ ആശാ വർക്കർമാരുടെ സമരത്തെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. ആ സമരത്തെ നിങ്ങൾ സമ്പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. ഇത് സമ്പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ആരാണ്? ഡൗൺ റോഡറാണ്.
ഈ ഡൗൺ റോഡിലായിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടതില്ല. അത് വേണ്ടതില്ല എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് PSCക്കകത്തെ മെമ്പർമാർക്കും അതിന്റെ ചെയർമാനും എന്ത് ചെയ്യാന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പിക നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്നു, പണം നിങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണ്. മറുഭാഗത്ത് ആര് വരുന്നു? ഒരു ഉറുപ്പിയുടെ വില പോലും ഇല്ലാത്ത TB തോമസ്, സോറി KV തോമസ്, ആ KV തോമസിന് കൊണ്ട് കൊടുക്കുക 11.5 ലക്ഷം ഉറുപ്പികയാണ് അയാൾക്ക് അതിന് ഇത് വർദ്ധിപ്പിച്ചത്. ഇത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഇയാൾക്ക് ഒരു മടിയും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, ജനത്തിന് അയാൾ മറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ അയാൾ മറന്നിരിക്കുന്നു. ഈ ജനങ്ങളെ മറന്നിരിക്കുന്ന ഒരാൾക്ക് പിന്നീട് ജനങ്ങളെ മോഹിപ്പിക്കാൻ വരുന്ന സംഭവം എന്താണ്? അവിടെയാണ് ഈ വ്യവസായം എന്ന് പറയുന്ന സാധനവും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന തട്ടിപ്പുകളും വരുന്നത്. അപ്പൊ ഈ രണ്ട് തട്ടിപ്പുകളും ഒരേ ഭാഗത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് മാത്രമാണ്. കാരണം ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിനെയും അവർക്ക് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധം എന്ന നിലക്കാണ് ഈ സാധനം ഇവർ ഇത് പ്രയോഗിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെ വരുന്നൊരു വിഷയം എന്താണെന്നറിയോ? ഈ പാലക്കാട് എന്നുള്ള സ്ഥലത്ത് വെള്ളം എന്ന സാധനം കിട്ടാക്കനിയാണെന്ന് മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും അറിയുന്നതാണ്. അവിടെയും വരുന്നൊരു വിഷയം എന്താ പറഞ്ഞാൽ 5 ലക്ഷം ലിറ്ററാണ് ഒരു ദിവസം അവിടെ വെള്ളം ഇവർ എടുക്കുന്നത്. ഒരു ദിവസം എടുക്കുന്നത് 5 ലക്ഷം ലിറ്റർ. ഈ 5 ലക്ഷം ലിറ്റർ വെള്ളം ഇവർ അവിടുന്ന് എടുക്കുന്ന സമയത്ത് ഇത് ഏതിന് സമാനമാണെന്നറിയോ? നേരത്തെ പ്ലാച്ചിയം കൊക്കക്കോള എടുത്തിരിക്കുന്നതിനേക്കാൾ എടുത്തിരിക്കുന്ന അതേ വെള്ളമാണ് ഇവിടുന്ന് ഊറ്റുന്നത്. അതിന്റെ ഫലം എന്താണ്? അതിനേക്കാൾ കൂടുതൽ വെള്ളം ആരെടുത്തിട്ടുണ്ട്? പിന്നീട് പ്ലാച്ചിമടക്കാരൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യും? ഇവിടെയും ഈ കമ്പനി ഇതിനേക്കാൾ കൂടുതൽ വെള്ളം എടുക്കുകയും ചെയ്യും. ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റുക വരും. ഇങ്ങനെ ഊറ്റുന്നൊരവസ്ഥ വരുമ്പോൾ ഇവർ നേരെ പഞ്ചാബിലും സംഭവം തുടങ്ങിയപ്പോൾ അവിടെ ഇവർക്ക് 4 ബോർവെൽ അടിക്കാനാണ് ഇവർക്ക് അവിടെ പെർമിഷൻ കിട്ടിയിരുന്നത്. ആ 4 ബോർവെൽ അടിക്കാൻ കിട്ടിയിരിക്കുന്ന പെർമിഷന്റെ അടിസ്ഥാനത്തിൽ ഒരു മധ്യ കമ്പനി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുഴിച്ചെടുത്തത് 50 ബോർവെല്ലാണ് അടിച്ചത്. 50 ബോർവെല്ലാണ് അടിച്ചത്. ഈ 50 ബോർവെൽ അടിച്ചതോടെ ആ പ്രദേശം എന്തായത്? ആ പ്രദേശം സമ്പൂർണ്ണമായി ശുദ്ധജലമെന്ന് കിട്ടാക്കനിയായി മാറി. അപ്പൊ ഇത്തരത്തിൽ വരുന്ന വളരെ ഗുരുതരവും ഗൗരവതരവുമായിരിക്കുന്ന വിഷയങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ പത്രക്കാരെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ പറ്റിക്കുക എന്ന് മാത്രമല്ല, അതിന്റെ ദുരന്തമാണ് വാസ്തവത്തിൽ നിങ്ങൾ ഈ പറയുന്ന ചോദ്യത്തിനകത്തൊക്കെ വരാതിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വേർഷൻ നിങ്ങൾ എടുക്കുക. ഈ കേരളത്തിനകത്ത് ഇങ്ങനെ ചെലവഴിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന പണം ഉത്തരവാദിത്വമില്ല ചെലവഴിക്കുന്ന ആദ്യമായി പറഞ്ഞത് ആരാണ്? ബിനോയ് വിശ്വം മറന്നുപോയിട്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ പറയുന്നതാണ്. ആരാണ് പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന സഖാവ് C. അച്യുതമേനോനാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിൽ പണം ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് ചിലവഴിക്കുന്നതിന് ഞാൻ അനുവദിക്കില്ല. ഈ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് താങ്ങാനുള്ള ശേഷി ആർക്കില്ല? നിലവിലുള്ള കേരളത്തിന് സാമ്പത്തികമായിട്ട് അത് ഉണ്ടായിരിക്കില്ല. ആ ഉണ്ടായിരിക്കില്ല എന്ന് 1957 പറഞ്ഞിരിക്കുന്ന ആ സംഭവത്തിന്റെ ജീവിത പാഠമാണ് 2025 ഇപ്പോൾ നാം കാണുന്നത്. 2025 നാം ഇപ്പോൾ കാണുന്നത്. കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ 2ാമത്തെ ടേം കൂടി വന്നതോടെ ചെലവഴിച്ചിരിക്കുന്ന പണം മുഴുവൻ തന്നെ പ്രത്യുൽപാദനപരമല്ലാത്ത മേഖലയിലാണ് ഇടിച്ചു തള്ളിയത്. ആ ഇടിച്ചു തള്ളിയതിന്റെ ഫലം എന്താണ്? കേരളം സമ്പൂർണ്ണമായ കടക്കണിയിൽപ്പെട്ടിരിക്കുന്നു. ഈ സമ്പൂർണ്ണമായ കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവർ പറയുന്നു വീണ്ടും വ്യവസായം വരും, വികസനം വരും. ഒരു വ്യവസായവും വരാൻ പോകുന്നില്ല, ഒരു വികസനവും വരാൻ പോകുന്നില്ല. ഇതിന്റെ തന്നെ മറ്റൊരു വേർഷൻ നിങ്ങൾ എടുക്കും. ഇത്തരം ഒരു സംഭവത്തെ ഇവർ അഡ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു വിഷയം, PSC മെമ്പർമാർക്ക് ഇപ്പൊ പൈസ കൊടുത്തു. ഇത് കേരളത്തിലെ UDF-കാരൻ വളരെ ഗൗരവകരമായി എതിർക്കുന്നുണ്ട്. സംഭവം ശരിയാണ്, എതിർക്കുന്നുണ്ട്. പക്ഷേ ഈ എതിർപ്പ് നാളെ ഇവർ തുടരുമോ? ഇതാണ് ചോദ്യം. നാളെ ഇവർ തുടരുമോ? ഈ എതിർപ്പിന്റെ ഷാർപ്പ്നെസ് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇവർ തുടരാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതിന്റെ വർധന വന്നു കഴിഞ്ഞാൽ ആനുപാതികമായ വർധന എവിടെയും വരും, MLA-മാർക്കും വരും. MLA-മാരുടെ ശമ്പളത്തിൽ വർധന വരും. ഈ വർധന വേണ്ടാതെ ഇവർ പറയുമോ? ഇവിടെയാണ് ഞാൻ മുൻപ് ഒരു തവണ അയ്യപ്പദാസോട് ഞാൻ പറഞ്ഞതാണ്, നമ്മെ നയിക്കും MA ജോൺ എന്ന് പറയുന്ന പരിവർത്തനവാദിയുടെ പ്രമുഖ നേതാവായിരിക്കുന്ന MA ജോൺ. ആ MA ജോണാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പറഞ്ഞത്, കേരളത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഒരു ശമ്പളത്തിന് വളരെ കൃത്യമായിരിക്കുന്ന ഒരു റേഷ്യോ വെക്കേണ്ടതുണ്ട്. ഉയർന്ന ശമ്പളത്തിന് നിരക്ക് ഇത്രയാണ്, താഴ്ന്ന ശമ്പളത്തിന് നിരക്ക് ഇത്രയാണ്. ഈ നിരക്ക് കൂട്ടി ക്രമീകരിച്ചിട്ട് വെക്കുന്നില്ല എങ്കിൽ കേരളത്തിന് മുമ്പോട്ട് പോവുക സാധ്യമല്ല. ഇങ്ങനെ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് കേരളത്തിനകത്ത് വ്യവസായം തുടങ്ങാൻ പറ്റുന്നില്ല. കേരളത്തിൽ വ്യവസായം തുടങ്ങുന്ന വൻകിട വ്യവസായങ്ങളെ അല്ല. കാരണം വൻകിട വ്യവസായങ്ങൾ തുടങ്ങാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന ഒരു ഘടനയും ഉള്ള ഒരു സംസ്ഥാനമല്ല കേരളം.
അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് കേരളത്തിൻ്റെതായിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കണ്ടെത്തുന്ന സംഭവത്തിന് പകരം നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താണ്? കൊണ്ടുവരുന്നത് ഇതുപോലെ തീവട്ടിക്കൊള്ള നടത്തി പൊതുജനങ്ങളെ പറ്റിക്കാൻ ആവശ്യമായിരിക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളെ നിരാധാരമാക്കുന്ന നാളത്തെ ഭാവിയിലേക്ക് വരാവുന്ന ഒരു തലമുറയെ മുഴുവൻ തന്നെ ശൂന്യമാക്കി തീർക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് വാദിച്ചത്. ഇതിലും വരുന്ന വിഷയം എന്ത് മാത്രമാണ്? ഇതിൽ എത്ര കോടി ഉറുപ്പികയാണ് ഇവർക്ക് കമ്മീഷൻ കിട്ടിയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇല്ല എങ്കിൽ ഒരു കേരളത്തിലെ മന്ത്രി എന്തിനാണ് ഒരു സ്ഥാപനത്തിന്റെ ഒരു സ്വകാര്യ സ്ഥാപന മദ്യക്കമ്പനിയുടെ PR വർക്കിന്റെ സമാനമായിരിക്കുന്ന അവസ്ഥയിൽ പത്രപ്രവർത്തകരെയും കൂട്ടി ഇയാൾ പോകേണ്ട കാര്യം എന്താണുള്ളത്? എന്താണ് കാര്യം? ഇവിടെ പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് ഏറ്റവും മെച്ചപ്പെട്ട പ്രഗത്ഭനായ സയന്റിസ്റ്റ് എന്ന നിലയിൽ വളരെ ഗൗരവതരമായ വിഷയത്തെ സമീപിക്കുന്ന VT പത്മനാഭൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെ എന്തുകൊണ്ട് ഈ മന്ത്രിസഭ പരിഗണിക്കുന്നില്ല? അല്ലെങ്കിൽ ഇത് പരിഗണിക്കാതെ അതവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭാവനയിൽ നിങ്ങൾ കാണുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാമായിരിക്കെ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരാവുന്ന ഒരു സംഭവം, ബംഗാളിൽ എന്താണോ പാർട്ടിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ആ സംഭവത്തിന്റെ തനി ആവർത്തനം ഈ കേരളത്തിൽ വരാനുള്ള നാളുകൾക്ക് വലിയ ദൂരം ഉണ്ടാവില്ല. അതിന്റെ പച്ചക്കൊടി വളരെ കൃത്യമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയമായിട്ടാണ് എനിക്ക് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിന്റെ ഒരു കാച്ചി കുറുക്കിയ ഒരു സംഭവം എന്നുള്ള എനിക്ക് പറയാൻ പറ്റുക. അപ്പോൾ ചേട്ടാ, ഞാൻ മറ്റു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കുന്നതാണ്. വിഷയത്തിൽ ഇത് വളരെ ഗൗരവമുള്ളൊരു ഇതിനകത്തല്ല ഒരു വിഷയം കൂടിയാണ്. ഇതിനകത്ത് ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഈ കേരളത്തിൽ നിലവിലുള്ള ഗവൺമെന്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ പറയുക, അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നുള്ള പേരിലേ ഉള്ളെങ്കിലും ഇതൊരു അന്തക ഗവൺമെന്റാണിത്. അന്തക ഗവൺമെന്റാണ്. ഈ അന്തക ഗവൺമെന്റിന്റെ അവസാനത്തെ അഭ്യാസമാണ് സാരം. അല്ല, ഇത് മറ്റൊരു നന്ദിഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അതിനേക്കാൾ ഭയാനകമാണിത്. അതിനേക്കാൾ ഭീകരമാണ് സാർ. കാരണം ഒന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് മുഴുവൻ തന്നെ ചുരുങ്ങി ഇല്ലാതായിരിക്കുന്നു. ഞാൻ ഇന്നലെ മെനയാന്ന് പറയുന്നത് പറഞ്ഞതാണ് ഈ സാധനം. കാരണം ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ സിൽബന്ധികളും ചേർന്നുണ്ടാക്കുന്ന ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. യഥാർത്ഥ അടുക്കള ക്യാബിനറ്റാണത്. ആ അടുക്കള ക്യാബിനറ്റ് അകത്ത് നിന്ന് എടുക്കുന്ന ജനവിരുദ്ധമായ തീരുമാനങ്ങൾ ജനത്തിന്റെ മേൽ നിർബാധം അടിച്ചേൽപ്പിക്കുക. ഇന്ന് വിഷ്വൽ മീഡിയയിൽ കണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയാണ്. ഒരു കുഞ്ഞു കുട്ടിയെ ഒരു വയസ്സ് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കുട്ടിയെ ചുമലിട്ടിട്ട് ഇവർ ആശാവർക്കർ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞിട്ട് സമരം ചെയ്യുന്ന സംഭവം അവർ വിലപിക്കുന്നത് ശരിക്കും. അവരുടെ വേദനയും സങ്കടവും ഇവർക്ക് മനസ്സിലാവുന്നില്ല. ആ വിഷയം ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് മറ്റേ ഇതില്ല, ഷെറീൻ എന്ന് പറയുന്ന കാരണം അവരെ കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ആ സ്ത്രീക്ക് ജാമ്യം കൊടുക്കാൻ ഈ മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഒരു താല്പര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കേരളത്തിനകത്ത് വരുന്നിരിക്കുന്ന എല്ലാവിധ സാമൂഹ്യ വിരുദ്ധമായ എല്ലാ സംഭവത്തിന്റെയും എന്താ പറയുക അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരാളായി അതിന്റെ ഒരാളായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മാറുക. അതിന്റെ പാർട്ടി സംവിധാനത്തെ ഒന്നടങ്കം ഉപയോഗിക്കുക. ഈ കേരളത്തിലെ കാട്ടാസുകളായിരിക്കുന്ന മന്ത്രിമാരും അതിന്റെ ഭാഗവാക്കായി തീരുക. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എന്റെ പ്രശ്നമല്ലെന്ന് പറയുക. ഇത് പറയുമ്പോഴാണ് ബംഗാളിൽ നന്ദിഗ്രാമിൽ ഉണ്ടായിരിക്കുന്ന സംഭവത്തിന്റെ ഭയാനകമായ ചിത്രത്തിന്റെ അതിനേക്കാൾ ഭീകരമായ ആഴത്തുള്ള വിഷയം ഈ എലപ്പുള്ളിയിൽ സംഭവിക്കാൻ പോകുകയാണ്. ഈ പാലക്കാട് ഒരു തനിയാവർത്തനം സംഭവിക്കുമോ എന്ന് നാം ഭയപ്പെടുന്നു. തീർച്ചയായും ഭയപ്പെട്ടേ മതിയാവും. അത് മാത്രമല്ല, അതിന്റെ ഗതികേട് എന്താന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഭവത്തിന്റെ പേര് നെയിം സ്റ്റിക്കറിനുള്ള സാധനത്തെ അത് സമ്പൂർണ്ണമായി നശിപ്പിക്കുന്നവര് ജനാധിപത്യ സ്വഭാവം ഏറെ ഉണ്ടായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അതിന് പച്ചക്കൊടി കാണിച്ചു എന്ന് പറയുന്നത് സത്യത്തിൽ എന്താ അങ്ങേയറ്റം അക്ഷന്തവ്യമായിരിക്കുന്ന അപരാധമാണ്. അത് വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തോട് കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം ധിക്കാരപരമായിരിക്കുന്ന ഒരു സംഭവമായി എന്നും അത് ഇവിടെ എന്താ പറയുക വിലയിരുത്തപ്പെടുന്ന ഒരു ചിത്രമായിട്ട് മാറുമെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് കൃത്യമായിട്ട് അത് പറയാൻ അതാണ് സംഭവിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല ചേട്ടാ, ഹലോ,
ചേട്ടാ, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഭയപ്പെടുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ സമൂഹവും നമ്മുടെ ഒരു കരുത്തുറ്റ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ കഴിയില്ല. ഏതായാലും നാം ഭയപ്പെടുന്നത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു നന്ദിഗ്രാമം ഈ പറയുന്ന ഇടതുപക്ഷം എന്ന പേരിന് പറയുന്ന ഈ സർക്കാരും ഇതോടുകൂടി ഈ കേരളത്തിൽ കുഴിച്ചുമൂടപ്പെടുമോ എന്നൊരു ചോദ്യവും കൂടെ ഉണ്ടാകും, അല്ലെ? അല്ല, തീർച്ചയായും ഇത് ഇടതുപക്ഷം, അതായത് പിന്നെ അതായത് ഒരു കാര്യം എന്താ പറഞ്ഞാല്, ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി കോർപ്പറേറ്റുകളെ ആശ്രയിച്ചു തുടങ്ങിയതോടെ അതിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിബദ്ധത അതിന് നഷ്ടമായി തീർന്നു. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ ഒരു കാഠാസായിരിക്കുന്ന ഒരാള് ബുദ്ധദേവ് ബംഗാളിനെ എങ്ങനെ തീർത്തോ അതുപോലെ, ബംഗാളിലെ CPM-നെ എങ്ങനെ തീർത്തോ അതുപോലെ പിണറായി തീർത്തുകൊള്ളും കേരളത്തിലെ CPM-നെ എന്ന് തന്നെ നമുക്ക് ലേശം ദുഃഖത്തോടെ പറയേണ്ടി വരും, അല്ലെ? തീർച്ചയായും അത് തീർക്കുന്നില്ല. അതിന്റെ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞു, എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ, ലജ്ജയുമില്ലാതെ അയാൾ എന്താ പറഞ്ഞാൽ അയാൾ വേറെ ലാഭക്കാര്. അത് ഞാൻ വളരെ പ്രാഥമികമായി ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഒരു മനുഷ്യന്മാരുടെ, അതായത് ഡൗൺ റോഡ് എന്ന് പറഞ്ഞ വാക്യം ഉപയോഗിച്ച് അവരുടെ നിലവിളി കേട്ടിട്ട് നിങ്ങൾക്ക് അതിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, പിന്നെ നിങ്ങൾ എവിടെയാണ് സാർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവുന്നത്? പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നത്? എന്താണ് ഇടതുപക്ഷം? ഇയാളെ പോലത്തിരിക്കുന്ന സർവ്വ തെമ്മാടിത്തവും ചെയ്യാനുള്ള ഒരു സംഘടനാ സംവിധാനമാണോ ഇടതുപക്ഷം എന്ന് പറയുന്നത്? ആരാണ് ഇയാളോട് ഇത് പറഞ്ഞു കൊടുത്തത്? CPI-യുടെ ബിനോയ് വിശ്വം എങ്ങനെയാണ് ഇതിന് ചൂട്ടുപിടിച്ചു കൊടുക്കുക? ഞാൻ വിമർശിച്ചു. എവിടെ നിങ്ങൾ വിമർശിച്ചു? നിങ്ങൾ ഈ ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് പിന്നെ എന്താ പറയുക, പച്ചക്കൊടി കാണിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അത് പിന്നെ MN ഗോവിന്ദൻ നായർ മുതൽ വെളിയം ഭാർഗവൻ വരെ ഇരുന്നിരിക്കുന്ന കസേരയുടെ സ്ഥലത്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. ചന്ദ്രപ്പൻ വരെയും ഞാൻ CK-യുടെ പേര് ഞാൻ പറയാതിരിക്കുന്ന കാരണം CK ചന്ദ്രപ്പൻ ഈ രീതിയിലല്ല പിന്നെ പലപ്പോഴും ബാലവേണ് മൂപ്പർ വളരെ ബുദ്ധിപരമായ രീതിയിൽ പിന്നെ പരിഹസിച്ചിട്ടാണ് മൂപ്പർ പലപ്പോഴും അതിനെ പിന്നെ നിർവീര്യമാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെളിയത്തിന്റെ പേര് വെളിയമെന്ന് പറഞ്ഞാൽ കട്ടൻ റൈ ആണ് വെളിയം. ഇതിനകത്ത് ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളടുത്ത് പറയാം. ഈ കേരളത്തിനകത്ത് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്, ഇടതുപക്ഷത്തിനാവട്ടെ UDF-നാവട്ടെ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ബഡ്ജറ്റിനകത്തുണ്ടായ ഒരു ചർച്ച നടക്കുമല്ലോ. UDF-ന്റെ ഭാഗവും കൂടി ആയിരുന്നല്ലോ നേരത്തെ, പിന്നെ CPI, പിന്നീട് LDF-ന്റെ ഭാഗവും കൂടിയായിരുന്നു. അപ്പോഴും വെളിയമുണ്ടല്ലോ. ഈ പിന്നെ ബഡ്ജറ്റിന്റെ മുകളിൽ സ്റ്റാറ്റിക്സ് എറർ വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യുന്ന പറയാ, ആ സ്പോട്ടിൽ ആര് പറയുന്ന വെളിയം പറയും, അത് ഇന്ന കാരണങ്ങൾ അത് തെറ്റാണ് കേട്ടോ എന്ന് പറയും. തെറ്റാണ് കേട്ടോ എന്ന് അയാൾ പറഞ്ഞാലെന്താ അറിയാം, അദ്ദേഹം പറഞ്ഞാലെന്താ, അത് 101% കറക്റ്റാണ്. കാരണം എന്താ അറിയാ, ഒരു ബജറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ധാരണയുള്ള ഒരാളാണ് ആരിത്. നിങ്ങൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരുത്തനെ കാണിച്ചാൽ പറ്റുമോ? ഐസക്കിനെ നിങ്ങൾ കാണിക്കുക, ഗോവിന്ദനെ നിങ്ങൾ കാണിക്കുക, ഏതോ നിങ്ങൾ രാജീവിനെ നിങ്ങൾ കാണിക്കുക, അല്ലെ ബാലഗോപാലിനെ കാണിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ കാട്ടാസ് മുഖ്യമന്ത്രിയാണ് നിങ്ങൾ കാണിക്കുക. ഒരാളെ പേര് പറ നിങ്ങൾ. ബുദ്ധിയും കഴിവും വിവരവും വിവേകവും പിന്നെ സൂക്ഷ്മദൃഷ്ടിയും ദൂരക്കാഴ്ചയുമുള്ള ഒരൊറ്റ ഒരുത്തനും ഇതിനകത്തില്ല. കാരണം അത് ആർക്കില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതില്ല. അയാൾക്ക് വേണ്ടത് അയാളുടെ സിൽബന്ധികൾക്ക് അയാളേക്കാൾ താഴെയായിരിക്കുന്ന ആളുകൾ, നിലവാര തകർച്ചയിലെ ആളുകൾ കൂട്ടിയുള്ള യാത്രയാണ് അയാൾ. ആ യാത്രയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് അയാൾ, ഞാൻ ഒറ്റ സംഭവം അതുകൊണ്ടാണ് അയാളെന്ന് പറഞ്ഞെന്നറിയോ, ഈ പിന്നെ പഴയങ്ങാടിയിൽ വെച്ച് വന്നപ്പോൾ അത് ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞത്. ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പരസ്യമായി പറയുകയും അതെന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതല്ലേ എന്ന് ഉളുപ്പില്ലാതെ പറയുകയും ചെയ്തിരിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ ആശാവർക്കർമാരുടെ നിലവിളികളുടെ പിന്നെ കരച്ചിൽ നിങ്ങൾ കാണുക? ആ ശബ്ദം നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുക? അധികാരം കൊണ്ട് അന്ധനും ഭ്രാന്തനും മൂകരുമായി പോയിരിക്കുന്ന മനുഷ്യനാണ് അയാളല്ലോ. അവിടെ അതിൻ്റെ അകത്ത് അത്ര സംഭവങ്ങൾ പൊതുവെ അയാൾക്ക് ഈ പാർട്ടി നയിച്ചു പോയാൽ അയാൾക്ക് ഒരു മണ്ണാങ്കട്ടയില്ല. കാരണം അയാൾക്ക് ഈ പാർട്ടി ഒന്നുമല്ല. അയാൾക്ക് വേണ്ടത് എന്താണ്? ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എന്തെല്ലാം തെമ്മാടിത്തങ്ങൾ ചെയ്യാമോ ആ തെമ്മാടിത്തങ്ങൾ മുഴുവൻ ചെയ്യാനുള്ള ഒരു സംഘടനാ സംവിധാനം മാത്രമാക്കി അയാൾ അതിനെ മാറ്റി നിർത്തുക. ഇല്ലെങ്കിൽ ഈ കൊടും വരൾച്ച നിരന്തരമായി അനുഭവപ്പെടുന്ന പാലക്കാട് എലപ്പുള്ളിൽ ആരും കൂടെ ഈ ബ്രൂവറി കൊണ്ടുവരുമോ? ആരൊക്കെ ഒരാൾ ബ്രൂവറി കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ ആവർത്തിക്കുകയാണ്, പറഞ്ഞതോ അത് തീരുമാനിച്ചു പോയി. നിങ്ങൾക്ക് വിയോജിപ്പിക്കാൻ നിങ്ങൾ വിമർശിച്ചോ, പിന്നെ വിയോജിപ്പാൽ ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ എടുത്ത തീരുമാനം മാറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ദൈവത്തിന്റെ തീരുമാനമാണോ? അത്ര തീരുമാനം എടുക്കാൻ ഇയാളെ ആരാണ് ചുമതലപ്പെടുത്തിയത്? എന്താണ് ഇയാൾക്ക് ഇത്രയും ധിക്കാരം ഇതിനകത്ത്? ഈ ചോദ്യത്തോടൊപ്പം തന്നെ ഈ പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യുകയാണെങ്കിൽ അത് വരാനിരിക്കുന്നത് പിന്നെ ഇപ്പൊ ശ്രീപദാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു 100 നന്ദിഗ്രാമിന്റെയോ തിങ്കിരൂരിന്റെയോ ഭാഗമായി വരാവുന്ന കലാപവും പ്രക്ഷോഭങ്ങളും ആയിരിക്കും എന്നുള്ള യാതൊരു സംശയവും തർക്കവും വേണ്ട. പിന്നെ ശ്രീപദാസ് ഏതായാലും ചേട്ടാ, നമുക്ക് അത്ര കണ്ട് തീവ്രതയുള്ള ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് നാം നിർത്താൻ പലപ്പോഴും ചർച്ച നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അറിയാതെ താങ്കളെപ്പോലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ സംസാരിക്കുന്നത് എന്ന് തന്നെ കരുതാം.